മഹാളി രോഗം വ്യാപകമായതോടെ കമുക് കർഷകർ ദുരിതത്തിൽ. കഴിഞ്ഞ ആഴ്ചയിൽ പെയ്ത കനത്ത മഴയാണ് രോഗവ്യാപനത്തിന് ഇടയാക്കിയത്. മലയോരത്തെ വിവിധയിടങ്ങളിലെ കമുങ്ങിൻ തോട്ടങ്ങളിൽ രോഗബാധ രൂക്ഷമാണ്. ഈ വർഷം കമുക് കർഷകർക്ക് അനുകൂലമായ കാലാവസ്ഥയായിരുന്നു ആദ്യം. മഴ കൃത്യമായി ലഭിച്ചതുമൂലം ഉൽപ്പാദനം കൂടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ കഴിഞ്ഞ 3 മാസമായി പെയ്യുന്ന കനത്ത മഴ കർഷകരുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു. രോഗബാധയെ തുടർന്ന് കമുകുകളിൽ നിന്നും അടക്ക കൂട്ടത്തോടെ പൊഴിയാൻ തുടങ്ങി. ഇത് കർഷകർക്ക് കനത്ത തിരിച്ചടിയായി. 1 കിലോ അടയ്ക്കയ്ക്ക് ഇപ്പോൾ വിപണിയിൽ നിന്ന് ലഭിക്കുന്നത് 500 രൂപയിൽ ഏറെയാണ്. ഈ സീസണിലും നല്ല വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയവെയാണ് ഇരട്ടടിയായ മഴയുടെ വരവ്. മഴ പെയ്യുന്ന സമയത്ത് മരുന്ന് തളിച്ചാലും കാര്യമായ പ്രയോജനം ഉണ്ടാകില്ലെന്നാണ് കർഷകർ പറയുന്നത്. കഴിഞ്ഞ സീസണിൽ നല്ല വില ലഭിച്ചതിനാൽ റബ്ബറും മറ്റും മുറിച്ചു നീക്കി പുതുതായി ഒട്ടേറെ കർഷകരാണ് കമുക് കൃഷിയിലേക്ക് തിരിഞ്ഞത്. തുടർച്ചയായി പെയ്ത മഴ കമുങ്ങിൻ തോട്ടങ്ങളിൽ തൈകൾ നട്ട കർഷകരെയും പ്രതിസന്ധിയിലാക്കി. കുഴികളിൽ വെള്ളം കെട്ടിനിന്ന് കമുങ്ങിൻ തൈകൾ നശിക്കുന്നതും കർഷകരെ ദുരിതത്തിലാക്കുന്നുണ്ട്. അടയ്ക്കാന്ന് പറഞ്ഞാൽ ശക്തമായ മഴ കാരണം അടയ്ക്ക കൊലയിൽ നിൽക്കുന്നില്ല, കംപ്ലീറ്റ് പൊഴിഞ്ഞ് താഴോട്ട് പോരുക. വിളവെടുക്കാൻ 1 മാസം കഴിഞ്ഞ് വിളവെടുക്കേണ്ടതാണ്. അടയ്ക്കായ്ക്ക് ഇപ്പം 4000 രൂപ കൊട്ടടയ്ക്കായ്ക്ക്. വിലയുള്ള സമയം. കവുങ്ങ് 70 കവുങ്ങുണ്ട് ഇല്ലാത്ത. 1 കിണ്ടൽ മുളക് കിട്ടിക്കൊണ്ടിരുന്ന അത് മൊത്തം പൊഴിയുക. അടയ്ക്ക എനിക്കൊരു 1/2 കിണ്ടൽ കൊട്ടടയ്ക്ക കിട്ടിക്കൊണ്ടിരുന്ന അതും ഈ കൊല്ലം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ ശക്തമായ മഴ കാരണം എല്ലാം പൊഴിഞ്ഞു പോകും. ഹൈവിഷൻ ന്യൂസ്, കേളകം.